الحمد لله والصلاة والسلام على رسول الله. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. നമ്മുടെ ഈ മൊയ്നുസർഫിൻ്റെ ഒരു റഫായ കോപ്പിയാണ് ഇപ്പം നിലവിൽ തയ്യാറായിട്ടുള്ളത്. ഏകദേശം ടൈപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. എന്നിരുന്നാലും ചെറിയ കുറച്ച് അക്ഷരത്തെറ്റുകളും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും ഒക്കെ അതിനകത്തുണ്ട്. അതേപോലെ അതുമായി ബന്ധപ്പെട്ട കുറച്ച് മുൽഹഖാത്തുകളും കൂടി കംപ്ലീറ്റ് ആകാനുണ്ട്. കംപ്ലീറ്റ് ആയി, പക്ഷേ അതിൻ്റെ ടൈപ്പിങ്ങും മറ്റു വർക്കുകളും തീരാനുണ്ട്. അപ്പം അതിന് മുന്നോടിയായിട്ട് ഈ വർഷം ഇവിടെ വെച്ച് അതിൻ്റെ ആ ഫസ്റ്റ് കോപ്പി എല്ലാ ഉസ്താദുമാർക്കും വിതരണം ചെയ്യുകയും, പ്രത്യേകിച്ച് സർഫുമായി ബന്ധപ്പെട്ട് സർഫ് പഠിപ്പിക്കുന്ന ഉസ്താദുമാർ ആ ഒരു വർഷം ഈ ഗൈഡ് വെച്ച് ഒന്ന് നോക്കുകയും അതിനകത്ത് വേണ്ട നിർദ്ദേശങ്ങൾ തരികയും ചെയ്താൽ അടുത്ത വർഷം സമ്പൂർണ്ണമായിട്ട് അത് ഇറക്കാം എന്നുള്ള നിലയിലാണ് ഈ വർഷം. ഇതിനകത്ത് മൊയ്നുസ് സർഫിൻ്റെ കംപ്ലീറ്റ് വന്നിട്ടില്ല. സഞ്ചാൻ്റെ ഭാഗം ഇനി വരാനുള്ളതാണ്. ഇതിനകത്തുള്ളത് മീസാന്, അജ്നാസു സൂറ, അജ്നാസുൽ കുബറ, ഈ 3 കിതാബുകളുടെ ഗൈഡ് മാത്രമേ ഈ വർഷം നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. സഞ്ചാൻ്റെയും വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആണെങ്കിലും ഈ പറഞ്ഞതുപോലെ അതിനി ഇതിൻ്റെ ബാക്കിയായിട്ട് വരേണ്ടതാണ്. അപ്പം അതുകൊണ്ട് ഇതിലുള്ള ഉസ്താദുമാരുടെ അടുത്ത ഒരു വർഷത്തെ പ്രത്യേകിച്ചും പഠിപ്പിക്കുന്ന ഉസ്താദുമാർ അതൊരു സേവനമായി കണ്ട് നിർദ്ദേശങ്ങൾ റാബിത്തയെ അറിയിക്കുകയും അതിനകത്ത് വേണ്ട ആഡ് ഓണുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് അറിയിക്കുകയും ചെയ്യണമെന്ന് ആരംഭത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. ബഹുമാനമുള്ള ഉസ്താദുമാർ, ഇങ്ങനൊരു ഗൈഡ് തയ്യാറാക്കുന്നതിലേക്കുള്ളൊരു ചിന്ത വരുന്നതിൻ്റെ കാരണം, നമ്മുടെ മദാരിസുകളിൽ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ വിദ്യാർത്ഥികൾ, മുതഅല്ലിമീങ്ങൾക്ക് മുൻകാലത്ത് സർഫ് പഠിച്ചിരുന്ന ഉസ്താദുമാർക്ക് സർഫിൽ കിട്ടിയിരുന്ന ഒരു കഴിവ്, അല്ലെങ്കിൽ അവർക്ക് ഏത് വാക്ക് എങ്ങനെ വന്നാലും അതേത് വസനിൽ നിന്നാണ്, അതിൻ്റെ വസൻ എന്താണ്, അതിൻ്റെ മാദ്ദ ഏതാണ്, മുജറദ് എന്താണ്, എവിടെ നിന്ന് മുഷ്തഖായതാണ് എന്നൊക്കെ പെട്ടെന്ന് വളരെ വേഗത്തിൽ സർഫിൽ പഴയ ഉസ്താദുമാരും പണ്ട് പഠിച്ച അവരുടെ അടുക്കൽ പഠിച്ച ആളുകളുമൊക്കെ വേഗത്തിൽ എത്തിച്ചേരുമായിരുന്നു. അതിൻ്റെ മാദ്ദയിലേക്കും സായിദയായ ഹർഫുകൾ ഏതാണ് എന്നുള്ളതിലേക്കും ഒക്കെ. അപ്പം വളരെ ശക്തമായ പരിശീലനങ്ങളും അന്ന് കാലങ്ങളിൽ ദറസുകളിലും മറ്റുമൊക്കെ സർഫുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നു. എന്നാൽ ഇതേ കിതാബുകൾ പതിയെ പതിയെ വരികയും അതിലുള്ള പരിശീലനങ്ങൾ കുറയുകയും, കിതാബൊക്കെ നമ്മളെല്ലാവരും പഠിക്കുന്നുണ്ട് അല്ലെങ്കിൽ പഠിപ്പിക്കുന്നുണ്ട്, പക്ഷേ പരിശീലനങ്ങൾ കുറയുകയും ചെയ്തപ്പോൾ സ്വാഭാവികമായും സാധാരണയുള്ള വാക്കുകൾക്കപ്പുറത്തേക്ക് പെട്ടെന്ന് സാധാരണ കിതാബുകളിൽ വരാത്ത വാക്കുകളോ മറ്റോ ഒക്കെ വന്നാൽ അവിടെ ഇത് ക്യാച്ച് ചെയ്യുന്നതിൽ കുട്ടികൾക്ക് പിന്നോക്കാവസ്ഥയും, ഏത് വാക്കിനെയും തൻ്റെ ഇഷ്ടപ്രകാരം എങ്ങനെയും മാറ്റിമറിക്കാനും അതിൻ്റെ വസനുകളൊക്കെ കണ്ടെത്താനുമൊക്കെയുള്ള ആ പഴയ സലാഹിയത്ത് കുറയുകയും ചെയ്തു. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളുടെ സ്വഭാവവും പ്രകൃതവും ഒക്കെ പണ്ടത്തേതിൽ നിന്നും ഒരുപാട് മാറുകയും ചെയ്തു. മദ്രസയുടെ സാഹചര്യങ്ങൾ, വിദ്യാർത്ഥികളുടെ സ്വഭാവങ്ങൾ പഴയ രീതികളൊന്നും അല്ലാതെ വരികയും ചെയ്തപ്പോൾ ഇതിൻ്റെ തദ്രീസിൻ്റെ മൻഹജിൽ എന്ത് മാറ്റം വരുത്തി, അല്ലെങ്കിൽ എന്താണ് ഇൽമുസ്സർഫ് വീണ്ടും ആ പഴയ ലെവലിലേക്ക് തന്നെ ഉയർത്തിക്കൊണ്ടുവരാൻ, പഴയ നമ്മുടെ മുൻഗാമികളായ ഉസ്താദുമാരുടെ അതേ ദർജയിലേക്ക് തന്നെ നമ്മുടെ മുതഅല്ലിമീങ്ങളും ഇൽമുസ്സർഫ് കൈകാര്യം ചെയ്യുന്ന ഒരു ലെവലിലേക്ക് എത്താൻ എന്താണ് ചെയ്യേണ്ടത് എന്ന വിഷയത്തിൽ ആലോചിക്കുകയും അതിന് ഗൈഡ് ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ള നിലയിലാണ് ഒരു ടീം എടുക്കുകയും വിവിധ മദ്രസകളിൽ നിന്നുള്ള ഉസ്താദുമാരുണ്ടായിരുന്നു. അങ്ങനെ എടുത്ത് ആ ടീം ഇരുന്ന് മഷ്വറ ചെയ്യുകയും അതിൻ്റെ മുന്നിൽ വെച്ച ലക്ഷ്യം ഇത്ര മാത്രമാണ്: നമ്മുടെ ദർസുകളിൽ പഠിപ്പിക്കപ്പെടുന്ന കിതാബുകളിലൂടെ അതിൻ്റെ മഖ്സദായ ഇൽമുസ്സർഫ്, ഇതിൻ്റെ ആമുഖത്തിൽ ഈ വിഷയം ചെറുതായി ഒന്ന് പറഞ്ഞു പോകുന്നുണ്ട്. എന്തൊക്കെയാണ് പ്രധാനമായും ആ ചർച്ചകളിൽ ഉരുത്തിരിഞ്ഞു വന്ന പ്രശ്നങ്ങൾ,
അതിൻ്റെ പരിഹാരങ്ങൾ എന്താണ് എന്നുള്ള വിഷയം അതിൻ്റെ ആമുഖത്തിൽ ചെറിയ നിലയിൽ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് എന്ത് പരിഹാരത്തിലൂടെ നമുക്ക് ആ പഴയ സലാഹിയത്തിലേക്ക് നമ്മുടെ മുതഅല്ലിമീങ്ങളെ എത്തിക്കാൻ കഴിയും എന്ന് വിശദമായി ചർച്ച ചെയ്യുകയും ചെയ്തു. ആദ്യമായി അതിൻ്റെ ഒരു ചർച്ചയുമായി ഒരു മഷ്വറ നടക്കുന്നത് ജാമിഅത്തുൽ കൗസരിയയിൽ വെച്ചാണ്. ആദ്യത്തെ 2 സിറ്റിങ്ങുകളും 2 ദിവസം പൂർണ്ണമായിട്ടായിരുന്നു. ആദ്യം ഒരു ദിവസം പൂർണ്ണമായി ചർച്ചകൾ നടന്നു. പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞ് ആ ചർച്ചയ്ക്ക് ശേഷം കുറേ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുകയും അത് ചെയ്ത് അടുത്തൊരു സിറ്റിങ്ങും ബഹുമാന്യനായ സുഫിയാൻ ഉസ്താദ്, അതേപോലെ റാഫി ഉസ്താദ് നജ്മി, റജീബ് ഉസ്താദ്, നസീം മൗലവി നദ്വി, ഇല്യാസ് ഉസ്താദ്, ഹസീബ് ഉസ്താദ്, അതേപോലെ ആബിദ് ഉസ്താദ് കൗസരിയയിൽ, തൊടുപുഴ ആബിദ് ഉസ്താദ് തുടങ്ങിയവരാണ് ഈ ടീമിൽ മൊത്തത്തിൽ വർക്ക് ചെയ്തത്. ഏകദേശം 2 വർഷത്തോളമുള്ള വർക്കാണ്. ഇതിൻ്റെ ഫസ്റ്റ് സിറ്റിംഗ് ഒക്കെ നടക്കുന്നത് ഏകദേശം 2 വർഷം മുമ്പാണ്. അപ്പൊ അന്ന് വിശദമായ ചർച്ചകളായിരുന്നു. 2 ദിവസം പൂർണ്ണമായിട്ടിരുന്ന് പല നിലയിൽ കിതാബുകൾ വെച്ച് അതിൻ്റെ തദ്രീസിന്റെ മനഹജുകൾ, അതിനു മുമ്പ് നടന്ന സർഫിന്റെ തദ്രീബുമായി ബന്ധപ്പെട്ട് വന്ന അഭിപ്രായങ്ങൾ, വിവിധ ഉസ്താദുമാരുടെ തദ്രീസിന്റെ ശൈലികൾ, ഇതൊക്കെ വെച്ചിട്ട് കുറേ കാര്യങ്ങൾ, ധാരാളം ചർച്ചകൾ നടക്കുകയും അതിൽ ഈ കിതാബുകളുടെ പ്രത്യേകത, ഇത് എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്, ഓരോന്നിൻ്റെ മഖ്സദ് എന്താണ് എന്നൊക്കെ ചർച്ചകൾ നടന്നു. പിന്നീട് അതിൽ വിവിധ തരത്തിൽ പ്രധാനമായും ഇതിന് ഗൈഡ് വേണം, ചാർട്ടുകൾ വേണം, ചില മുൽഹഖാത്തുകൾ, അനുബന്ധങ്ങൾ ഉണ്ടാക്കണം എന്നൊക്കെ ആ ടീം തീരുമാനിക്കുകയും അങ്ങനെ അതനുസരിച്ചാണ് പിന്നീട് അതിൻ്റെ വർക്കുകൾ പല ആളുകളിലേക്ക് വിഭജിക്കുകയും അതങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് പതിയെ പുരോഗമിച്ച് അൽഹംദുലില്ലാ സഞ്ചാന്റെ അവസാനം വരെ എത്തിയാണ് ആ വർക്ക് നിൽക്കുന്നത്. എന്നിരുന്നാലും ഒരു പ്രിന്റിങ്ങിന് പറ്റുന്ന നിലയിൽ കുറച്ചെങ്കിലും ആയി തീർന്നത് അജ്നാസുൽ കുബറ വരെ മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് അതിനനുസരിച്ച് അങ്ങനെ മുറത്തബാക്കുകയും പിന്നീട് ഇത് പഴയ ഉസ്താദന്മാരെ ഒന്നുകൂടി കാണിച്ച് അവരുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഇതിലെടുക്കണം എന്ന നിലയിൽ ബഹുമാനപ്പെട്ട ഈരാറ്റുപേട്ട മർഹൂം യൂസുഫ് ഉസ്താദിൻ്റെ അടുത്ത് ഈ തയ്യാറാക്കപ്പെട്ടതിൻ്റെ ഫസ്റ്റ് പ്രിന്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു മോഡല് നമ്മൾ ഉസ്താദ് ജീവിച്ചിരിക്കുന്ന സമയത്ത് ഉസ്താദിൻ്റെ അടുത്ത് കൊണ്ടുപോയി കാണിക്കുകയും ഉസ്താദിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അതിലെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പിന്നീട് അത് ഉസ്താദിൻ്റെ വഫാത്തിന് ശേഷം അള്ളാഹു ഉസ്താദിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ, ബഹുമാന്യനായ കൗസരിയയിലെ ഇല്യാസ് ഉസ്താദാണ് പിന്നീട് അതിൻ്റെ ചെക്കിങ്ങും മറ്റു കാര്യങ്ങളും ഒക്കെ നടത്തിയത്. ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വന്നത്, ഈ നിലയിൽ തയ്യാറാക്കപ്പെട്ട ഒരു ഗൈഡ് മാത്രമാണിത്. അല്ലാതെ ഇൽമുസർഫിന്റെ തദ്രീസിന് പുതിയൊരു രീതിയോ, ഇതുവരെ ഫാലു എന്ന് സർഫ് ചെയ്തു, ഇനി മുതൽ നേരെ തിരിച്ച് ഫാൽന ഫാൽത്തു ഫാൽത്തുൻ, അങ്ങനെ ഒരു പുതിയ രീതിയൊന്നും ഇതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അങ്ങനെ ആ ഒരു പ്രതീക്ഷയിൽ ചിലപ്പോൾ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ എല്ലാം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ പല സ്ഥലത്തും പല മദ്രസകളിലും പലതിലും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ എന്നൊരു നിഗമനത്തിലാണ് എത്തിയത്. അപ്പൊ അതുകൊണ്ട് എല്ലാവരുടെ മുമ്പിലും എല്ലാ പരിശീലന ശൈലികളും വന്നാൽ ഒരു പക്ഷെ എല്ലാവരും ഒരേ നിലയിൽ ഉയർന്നു വരാൻ സാധിക്കുമല്ലോ. അപ്പൊ അത്തരം കുറെ മാർഗങ്ങൾ, കുറെ പരിശീലന രീതികളാണ് പ്രധാനമായും ഈ ഗൈഡിൽ നമ്മൾ ഉൾപ്പെടുത്താൻ ഉദ്ദേശിച്ചത്. പിന്നെ സർഫുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായി കുട്ടികൾക്ക് അങ്കലാപ്പുണ്ടാകുന്ന കുറെ ഭാഗങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് ഇതുവരെ മനസ്സിലാകുന്നില്ല, പലപ്പോഴും നമുക്ക് പോലും അതെന്തിനാണ് എങ്ങനെയാണെന്ന് മനസ്സിലാകാത്ത ഭാഗങ്ങൾ സർഫിന്റെ ഉയർന്ന കിതാബുകൾ, അതിൻ്റെ ഷുറൂഹാത്തുകളൊക്കെ നോക്കിയിട്ട് അതിന് ലളിതമായ, ഉദാഹരണത്തിന് താരീഫാത്തുകളിൽ, അതേപോലെ ചില പാഠങ്ങൾ പഠിക്കുന്നതിന് മുമ്പ് ചില ആമുഖങ്ങൾ നമ്മൾ കിതാബിൽ അത് നേരിട്ട് കൊടുത്തിട്ടില്ല, പക്ഷെ അത് മനസ്സിലാക്കി വെച്ചാൽ കുറച്ചും കൂടി എളുപ്പമാകും നമുക്ക് അവതരിപ്പിക്കാനും കുട്ടികൾക്ക് മനസ്സിലാക്കാനും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതാണ് ഈ ഗൈഡിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയും ഇതിനകത്ത് അഭിപ്രായങ്ങൾ സ്വീകരിക്കും. ഇനിയും എന്തെങ്കിലും മാറ്റങ്ങൾ അല്ലെങ്കിലും എന്തെങ്കിലും കൂടുതൽ ചേർക്കണം എന്നുണ്ടെങ്കിൽ നമുക്കത് ചേർക്കാവുന്നതാണ്. അടുത്ത ഒരു വർഷം ഉസ്താദന്മാർ, പ്രത്യേകിച്ചും സർഫ് പഠിപ്പിക്കുന്ന ഉസ്താദന്മാരോടുള്ള വീണ്ടുമുള്ള അഭ്യർത്ഥനയാണ്. കാരണം അത് ഇൻഷാ അല്ലാഹ് നമുക്ക് തന്നെ, പ്രത്യേകിച്ച് റാബിത്തയുടെ കീഴിലുള്ള മദ്രസകൾക്ക് എന്ന് മാത്രമല്ല ഈ റാബിത്തയുടെ സംഭാവനയായിട്ട് കേരളത്തിലെ മറ്റ് മദ്രസകൾക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഗൈഡ് നമുക്കാക്കണം. ഇൻഷാ അല്ലാഹ്, അല്ലാഹു തആല അതിലേക്ക് എത്തിക്കുമാറാകട്ടെ. അപ്പൊ ഇതാണ് ഇതിൻ്റെ ഒരു ആമുഖം. പിന്നെ ഇതിനകത്ത് ചില പരിശീലന രീതികളൊക്കെ
കുറെ കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ എല്ലാ കുട്ടികൾക്കും എല്ലാം ആവശ്യമുണ്ടായിക്കൊള്ളണമെന്നില്ല. ഭയങ്കര ബുദ്ധിയുള്ള കുട്ടികളാണ്, പെട്ടെന്ന് അവർക്ക് കാര്യങ്ങൾ മനസ്സിലായാൽ ചിലപ്പോൾ എല്ലാം ചെയ്തുകൊണ്ടിരുന്ന അവർക്ക് ബോറടിക്കും. അപ്പം അതൊക്കെ നമ്മൾ നമ്മുടെ തദ്രീസുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുന്നിലിരിക്കുന്ന മുത്തഅല്ലിമീങ്ങളുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കി, അതേപോലെ ചിലർക്ക് കൂടുതൽ കൊടുക്കേണ്ടി വരും, അതൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ച് വേണ്ട കാര്യങ്ങൾ അതിനകത്തേക്ക് നമ്മൾ കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകതകളും മറ്റുമൊക്കെ അതിൻ്റെ മുഖദ്ദിമയിൽ കൊടുത്തിട്ടുണ്ട്. അടുത്തത് പേജ് നമ്പർ 5 മുതൽ ആണ് നമ്മുടെ കിതാബിൻ്റെ മുഖദ്ദിമ കഴിഞ്ഞ് ആരംഭിക്കുന്നത്. അപ്പം മീസാൻ പഠിപ്പിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു തംഹീദ് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് വ്യക്തമായിട്ട്. ഒരു ഭാഷയുടെ അടിസ്ഥാനം എന്നുള്ള നിലയ്ക്ക്, അത് ഏത് ഭാഷയിലും എല്ലാ ഭാഷയിലുമുള്ള, പ്രത്യേകിച്ച് അറബി ഭാഷയെ മുൻനിർത്തി അതിൻ്റെ അടിസ്ഥാനം, അതിനകത്താണ് കലിമത്തുകളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതേപോലെ അപ്പൊ ഈ കലിമത്തുകളെ പരിചയപ്പെടുത്തുമ്പോൾ കുട്ടികൾക്ക് അല്ലെങ്കിൽ മുതഅല്ലിമീങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന തരത്തിൽ മലയാളത്തിൽ അതിൻ്റെ വാചകങ്ങൾ അല്ലെങ്കിൽ അതിനെ ഉദാഹരണങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട്, ഇതൊക്കെ നമ്മുടെ സർഫിന്റെ തദ്രീബിൽ പറഞ്ഞു പോയ കാര്യങ്ങളാണ്, അത് വെച്ച് ഇത് ക്രോഡീകരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ നിലയിൽ അതൊന്ന് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത പേജിൽ ഖസസുൻ നബിയിൻ്റെ എങ്ങാണ്ട് ഒരു ഭാഗമാണ് മലയാളം. ഒരു കിതാബിൻ്റെ ഒരു ഭാഗം മൗലാന അബുൽ ഹസൻ അലി നദ്വി റഹ്മത്തുള്ളാഹിയുടെ ഒരു വാചകത്തിന്റെ തർജുമ കൊടുത്തിട്ടുണ്ട്. അത് കൊടുത്തത് എന്തിനാന്ന് വെച്ചാൽ മലയാളത്തിൽ ഇതിൽ നിന്ന് കലിമത്തുകളുടെ വിവിധ വിഭാഗങ്ങളെ കുട്ടികൾ തിരിച്ച് എഴുതണം. അപ്പൊ അവർക്ക് സ്വാഭാവികമായിട്ട് ഇസ്മ എന്താണെന്നും ഹർഫ് എന്താണെന്നും ഫിഅൽ എന്താണെന്നും ഒക്കെ മീസാനിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ഇത് ഇന്ന സാധനമാണെന്നുള്ള ധാരണ അവർക്കുണ്ടാവുക. അപ്പൊ അതിന് മലയാളത്തിൽ തന്നെ ഈ സാധനം ഇവര് പ്രത്യേകം തിരിച്ച് പഠിക്കുകയും അതിനെ മനസ്സിലാക്കുകയും ചെയ്തു എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് ഈ പാരഗ്രാഫ് തന്നെ കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതൊക്കെ മിസാലുകൾ മാത്രമാണ്. ഇഷ്ടമുള്ള അല്ലെങ്കിൽ അവർക്ക് ഫെമിലിയറായ ഏതെങ്കിലുമൊക്കെ മലയാള ഭാഗങ്ങൾ നൽകിയിട്ട് ഇത്തരത്തിൽ അത് വേർതിരിക്കാൻ അവർക്ക് കൊടുക്കാം. പിന്നീട് ഇസ്മുകളും അതിൻ്റെ വിഭജനങ്ങളിലേക്ക് പ്രത്യേകം കടക്കുന്നുണ്ട്. അതെന്താന്ന് വെച്ചാൽ മീസാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ലമീറുകളെ കുറിച്ച് നന്നായി ഒന്ന് മനസ്സിലാക്കിയിട്ട് ഫിഅലിന്റെ സർഫിലേക്ക് കടന്നാൽ എന്തുകൊണ്ടാണ് ഈ ഫിഅലിൽ മാറ്റം വരുന്നത് എന്നും ഈ ലമീറുകൾ എന്താണെന്നും ഒക്കെ ആദ്യമേ തന്നെ മനസ്സിലാക്കിയിരുന്നാൽ കുറച്ചും കൂടി തസ്രീഫിൽ അവർക്ക് എളുപ്പം കിട്ടും. ഒറ്റയടിക്ക് ഫിഅലും അതിൻ്റെ ലമീറും ഒക്കെ ഇങ്ങനെ കാണാപ്പാഠം പഠിച്ചു വരുന്നതിനേക്കാൾ കുറെ കൂടി നല്ലത് അവർക്ക് അതൊക്കെ എന്താണെന്ന് മനസ്സിലാകുന്ന തരത്തിൽ. അപ്പൊ അതിന് തൊട്ടു മുമ്പായിട്ട് ലമീറുകൾ പരിചയപ്പെടുത്തണമെങ്കിൽ അവിടെ ഇസ്മുകളുടെ വിഭാഗങ്ങൾ മുദക്കർ, മുഅന്നസ്, അതേപോലെ വാഹിദ്, തസ്നിയ, ജംഅ ആദ്യം അവർ പഠിക്കണം. അതുകൊണ്ടാണ് ഇസ്മിന്റെ വിഭജനം കൊടുത്തിരിക്കുന്നത്. അത് അവിടെയും ഇതേപോലെ കുറെ ഉദാഹരണങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. ആ ഉദാഹരണങ്ങളുടെ അർത്ഥങ്ങളും മറ്റുമൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അത് ഇതേപോലെ അവരോട് വേർതിരിക്കാൻ പറയുക. ഇതിൽ ഇസ്മ ഏതാണ്, ഇസ്മില് വാഹിദ് ഏതാണ്, തസ്നിയ ഏതാണ്, മുദക്കർ ഏതാണ്, മുഅന്നസ് ഏതാണ് എന്നൊക്കെ ഒന്ന് വേർതിരിക്കാൻ പറയുക. അതിനുശേഷം അതിൻ്റെ ലമായിറുകൾ നമ്മൾ പഠിപ്പിക്കുന്നു. ഈ ലമീറുകളും അതിൻ്റെ പേരും പഠിപ്പിക്കും. കാരണം ഫിഅലിന്റെ സർഫിൽ സാധാരണ സീഗ പറയുമ്പോൾ നമ്മുടെ രണ്ടാമത്തെ സെക്ഷൻ വരുന്നത് ലമീറിന്റെ ഭാഗമാണ്. അപ്പൊ ഈ ലമീറുകളുടെ പേരുകൾ ഇവിടെ തന്നെ എന്താണ് എന്ന് പഠിപ്പിക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്യുന്നു. അതിനുശേഷമാണ് നമ്മൾ ഫിഅലിലേക്ക് കടക്കുന്നത്. ഇവിടെ തംരീന്റെ കുറെ രൂപങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതുപയോഗിക്കാം, ഇതുപോലെയുള്ള മറ്റ് രൂപങ്ങൾ ഉപയോഗിക്കാം, ഇതിനേക്കാൾ മികച്ചത് ഏതെങ്കിലും ഉണ്ട് എങ്കിൽ അറിയിക്കാം, നമുക്ക് അതും കൂടി ഇതിനകത്ത് ആഡ് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞ് ഫിഅലിന്റെ വിഭജനങ്ങൾ മാദി, ഹാല്, മുസ്തഖ്ബില്, അതുപോലെ തന്നെ മജ്ഹൂല്, മഅറൂഫ്, മുതഅദ്ദി തുടങ്ങിയ കാര്യങ്ങളാണ് അടുത്തത്. ഇവിടെ മജ്ഹൂല് മനസ്സിലാക്കുന്നതിൽ വിദ്യാർത്ഥികൾക്ക് സാധാരണ ബുദ്ധിമുട്ട് വരുന്ന ഒരു ഭാഗമാണ്. മജ്ഹൂല് എന്താണെന്ന് പലപ്പോഴും എന്തെങ്കിലും പെട്ടു എന്നുള്ളതാണ് മജ്ഹൂല് എന്ന് പറയുന്നതിനപ്പുറം എന്താണ് ഈ പെടൽ കൊണ്ടുള്ള ഉദ്ദേശം എന്ന് പലപ്പോഴും കുട്ടികൾക്ക് അല്ലെങ്കിൽ മുതഅല്ലിമീങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകുന്നില്ല. അത് പൊതുവെ കാണപ്പെടുന്ന ഒരു പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് ആദ്യം ഒരു മജ്ഹൂലായ ജുംല പത്രത്തിൽ നിന്നോ മറ്റോ ഒക്കെ സാധാരണ ഉപയോഗിക്കപ്പെടുന്ന ജുംല അതിലേറ്റവും അന്ന് വന്നൊരു വാക്ക് ഇന്ന് സാധാരണ പത്രങ്ങളിൽ ധാരാളമുള്ളൊരു സാധനം കൊല്ലപ്പെട്ടു, വധിക്കപ്പെട്ടു എന്നുള്ള സാധനമാണ് എന്നും കുന്നുമുള്ള പത്രത്തിൽ ആരാണെന്ന് അറിയുകയുമില്ല. അപ്പൊ ഇത് ഈ മജ്ഹൂൽ ആദ്യം പറയുകയും ശേഷം അതിന്റെ മാറൂഫ് എടുക്കുകയും ചെയ്താൽ കുറച്ചുകൂടി പെട്ടെന്ന് കുട്ടികൾക്ക് മജ്ഹൂല് മനസ്സിലാക്കാൻ എളുപ്പമാകും. ആദ്യം മജ്ഹൂലായ ഒരു മലയാള വാചകം പറയുകയും പിന്നെ അതിനെ നമ്മൾ മാറൂഫിലേക്ക് മാറ്റുകയും ചെയ്താൽ ഇന്നത്തെ വിദ്യാർത്ഥികൾക്ക് കുറച്ചും കൂടി ആ റിവേഴ്സ് മെത്തേഡാണ് നല്ലത് എന്ന് തോന്നിയത് കൊണ്ടാണ് അത് എടുത്തെഴുതിയത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് നമ്മുടെ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥികളുടെ അവസ്ഥ അറിയാം. അപ്പം അതുകൊണ്ട് ഇതിലെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പരീക്ഷിക്കാവുന്നതാണ്.
പിന്നീട് മുതാദ്ദി, ലാസിം. മുതാദ്ദിയും ലാസിമും ഇതുപോലെ തന്നെയാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന ഉദാഹരണങ്ങൾ. പ്രത്യേകിച്ചും ചില ഫിഅലുകൾ, പല ഫിഅലുകൾക്കും ലാസിമും ഉണ്ട് മുതാദ്ദിയും ഉണ്ട്. അങ്ങനെയുള്ള ഫിഅലുകൾ എടുത്ത് നമ്മൾ ഇത് പറഞ്ഞു കൊടുത്താൽ, കുഞ്ഞുറങ്ങി എന്നും കുഞ്ഞിനെ ഉമ്മ ഉറക്കി എന്നും ഒക്കെ ആ നിലയിൽ നമ്മൾ ലാസിമും മുതാദ്ദിയും ഒന്ന് മനസ്സിലാക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇനി അടുത്ത നമ്മുടെ ഭാഗം തസ്രീഫാണ്. അടുത്തതാണ് തസ്രീഫിലേക്ക്. തസ്രീഫ് സാധാരണ പോലെ തസ്രീഫിൽ പിന്നെ നമ്മളുള്ളത് സാധാരണ മീസാന്റെ ഒക്കെ അടിയിൽ ഒരു ഫാരിസി ശൈലിയിലാണ് സീഗ പറയുന്ന രൂപം കൊടുത്തിട്ടുള്ളത്. നമ്മളിവിടെ ഫസ്റ്റ് ലമീറിന്റെ പേര് പഠിക്കുകയും ഫിഅലുകളുടെ വിഭാഗങ്ങൾ പഠിക്കുകയും ചെയ്തതുകൊണ്ട് ഇനി ഏറ്റവും നല്ലത് അവിടെ കൊടുത്തിട്ടുണ്ട് മാളി, മാറൂഫ്, മുസ്ബത്ത്, ലമീർ, വാഹിദ്, മുദക്കർ, ഗായിബ് എന്നുള്ള രീതി. അപ്പൊ അവർക്ക് ഇത് പറയുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാകണം. ഞാൻ ഇത് ഒരു ഇങ്ങനെ കാണാതെ പഠിച്ച് പറയുന്നതിനപ്പുറം ഇന്ന ഓർഡറിലാണ് ഇത് പറയുന്നത്. ആദ്യത്തേത് ഫിഅലിന്റെ വിഭാഗത്തെ ഞാൻ വിശദീകരിക്കുകയാണ്, രണ്ടാമത്തേത് അതിനോടൊപ്പം ചേർത്ത ലമീർ ഏതാണ് എന്ന് വിശദീകരിക്കുകയാണെന്നാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ആ തസ്രീഫില് നസറ പ്ലസ് ഹുവ നസറ എന്നാണ് കൊടുത്തേക്കുന്നത്. അതേപോലെ നസറ പ്ലസ് ഹുമ, നസറ എന്നതിന്റെ ഫായില് അല്ലെങ്കിൽ അതിനോട് ചേർന്ന് വരുമ്പോൾ രണ്ടുപേരാകുമ്പോൾ. അപ്പൊ അതിന്റെ ഉദാഹരണത്തിലും ഒരു കാര്യം, നമ്മൾ സാധാരണ ഗായിബിന് ഹുവ ഹുവ മാത്രമാണ് പറയാറ്. പക്ഷെ അതിന് പകരം ഒരു ഗായിബായ ഒരാളെ പറഞ്ഞാൽ, ഉദാഹരണത്തിന് ഖാലിദുൻ താലിബുൻ ഹുവ നസറ എന്ന് അത് അവിടെ മേളിൽ കൊടുത്തിട്ടുണ്ട്. ഖാലിദുൻ താലിബുൻ എന്ന് ചെറിയ നിലയിൽ കൊടുത്തേക്കുന്നത് ആ ഗായിബിന്റെ ലമീർ മടങ്ങാനുള്ളൊരു അതിന്റെ എന്താ പറയാ, ആ മർജഅ നമ്മൾ ആദ്യമേ പറയണം. ആ മർജഅ പറഞ്ഞിട്ട് ഇത് പറയുമ്പോഴാണ് ഇത് ഈ ഗായിബ് ഇങ്ങനെയാണ് വരുന്നത് എന്ന് കുട്ടികൾക്ക് കുറച്ചുകൂടി പെട്ടെന്ന് മനസ്സിലാവുകയുള്ളൂ. അതേപോലെ മാജിദുൻ അല്ല ഖാലിദുൻ വ മാജിദുൻ താലിബാനി നസറ, അപ്പോൾ അവർ ഹുമായാണ്, അതുകൊണ്ട് സ്വാഭാവിക നസറാവന്ന ആ ഒരു നിലയിൽ അങ്ങനെ തന്നെയാണ് പിന്നീട് അങ്ങോട്ടുള്ള സർഫുകളെല്ലാം പോകുന്നത്. പിന്നെ വന്ന് മജ്ഹൂലിലേക്ക് എത്തുമ്പം മജ്ഹൂലിൽ നമ്മൾ മീസാനിൽ ധാരാളം നിയമങ്ങൾ പഠിക്കുക എന്നതിലുപരിയായിട്ട് സർഫ് നാവിൽ വഴങ്ങുക, അതിൻ്റെ സീഗകൾ ഒന്ന് മനസ്സിലാക്കുക, ഉദ്ദേശിക്കുന്ന അർത്ഥത്തിലേക്ക് എങ്ങനെ നമുക്ക് എത്തിച്ചേരാം എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് മജ്ഹൂലിന്റെ പൂർണ്ണമായ നിയമങ്ങളൊക്കെ പഠിപ്പിക്കുന്നതിൽ നല്ലത് മജ്ഹൂലിന് ആകെ ഒറ്റ സീഗ സുലാത്തി മുജറദിൽ ഫുഇല എന്നുള്ള ഒറ്റ സീഗയേ ഉള്ളൂ. അതുകൊണ്ട് ഏത് ഫീലാണെങ്കിലും അതിൽ ഫീൽ എന്താണെങ്കിലും ആ ഒരൊറ്റ രൂപത്തിലേക്ക് മാറ്റുക എന്നുള്ള നിലയിൽ സിമ്പിളായിട്ട് പറഞ്ഞു പോയാൽ അതായിരിക്കും നല്ലത്. അതിൻ്റെയും സർഫി പറഞ്ഞതുപോലെ തന്നെ പോകും. പിന്നെ അടുത്തത് 22ാമത്തെ പേജിൽ തസ്രീഫുൽ അഫ്ആലിൽ മാദിയ എന്നാണ് എഴുതിയേക്കുന്നത്. പക്ഷെ അത് മുദാരിയാണ്, മുദാരിന്റെ തസ്രീഫ് തുടങ്ങുന്നതാണ്. അപ്പൊ അത് പ്രിന്റിങ്ങിൽ വന്നൊരു മിസ്റ്റേക്കാണ്. മുദാരിന്റെ വിഷയവും ഇതുപോലെ തന്നെയാണ്. മുദാരിയ തുടങ്ങുമ്പോൾ സാധാരണ മീസാനിലൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യം തന്നെ ഒന്ന് ബോർഡിലൊക്കെ എഴുതി കാണിച്ചു കൊടുക്കുക. കാരണം കുട്ടികൾക്ക് പണ്ടത്തേതുപോലെ പറഞ്ഞത് മാത്രം മനസ്സിലിട്ട് അങ്ങനെ കാണുന്നില്ല. പലപ്പോഴും പല കുട്ടികൾക്കും അങ്ങനെ അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ ബോർഡിൽ എഴുതിയാൽ ഒന്ന് വിഷ്വലൈസ് ചെയ്താൽ അവർക്ക് കുറച്ചും കൂടി ക്യാച്ച് ചെയ്യാൻ എളുപ്പമാണ്. അത് ഈ ഒരു ജനറേഷന്റെ ഒരു പരിമിതിയാണ്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിന് പരിഹാരം. അപ്പൊ അങ്ങനെ ഒന്ന് എഴുതി എങ്ങനെയാണ് ഒരു മാദിയായ ഫിഅല് മുദാരിയിലേക്ക് വരുന്നത് എന്നും മുദാരിയിലേക്ക് വരുമ്പോൾ ഐനുൽ ഫിഅലിൽ ഉണ്ടാകുന്ന മാറ്റം, ഇത് രണ്ടും നമ്മൾ അവർക്ക് വിശദീകരിച്ച് എഴുതി കാണിച്ചു കൊടുക്കണം. ഒന്ന്, ആരംഭത്തിൽ മുദാറഅത്തിന്റെ ഹുറൂഫുകൾ വരും. രണ്ട്, ഐനുൽ ഫിഅലില് മാറ്റങ്ങൾ ഉണ്ടാകും. ആ മാറ്റം വസ്നുകൾ വെച്ചാണ് നമ്മൾ പഠിക്കുന്നത് എന്ന് അത് മനസ്സിലാക്കുക. അതിന് മുമ്പ് ഒരു കാര്യം, നമ്മൾ ഇതിന്റെ മീസാന്റെ അനുബന്ധമായിട്ട് കുറേ ഫിഅലുകൾ കൊടുത്തിട്ടുണ്ട് വിവിധ വസ്നുകളിലുള്ള. അപ്പൊ തുടക്കം മുതൽ തന്നെ എല്ലാ ദിവസവും ഒരു 5 ഫിഅലോ 10 ഫിഅലോ വെച്ച് അവരെ അനുബന്ധം എന്ന് പറഞ്ഞ് മീസാന്റെ അവസാനത്തിൽ ഏകദേശം 46ാമത്തെ പേജ് മുതൽ 51ാമത്തെ പേജ് വരെ വിവിധ വസനുകളിലുള്ള ഫിഅലുകൾ കൊടുത്തിട്ടുണ്ട്. വളരെ കുറച്ചേ കൊടുത്തിട്ടുള്ളൂ. ഇതുപോലെ അവർ നിത്യവും ഉപയോഗിക്കുന്ന ധാരാളം ഫിഅലുകൾ ദിവസവും ഒരു 5 ഫിഅല് വീതം നമ്മൾ പഠിപ്പിച്ചാൽ ഈ പാഠങ്ങൾ വരുമ്പോൾ അത് ചെയ്യാനും ഉദാഹരണങ്ങൾ കാണിച്ചു കൊടുക്കാനും ഐനുൽ ഫിഅലിൽ വരുന്ന മാറ്റങ്ങൾ കാണിച്ചു കൊടുക്കാനൊക്കെ കുറച്ചും കൂടി എളുപ്പമാകും. അപ്പൊ തുടക്കം മുതൽ തന്നെ എല്ലാ ദിവസവും 5 ഫിഅലുകൾ എഴുതി കൊടുക്കുകയും മാദി മുദാരിയ എഴുതി കൊടുക്കുകയും അതിന്റെ അർത്ഥം പഠിക്കുകയും ചോദിക്കുകയും അതിനോടൊപ്പം ഇത് തുടങ്ങുകയും ചെയ്യുക. അങ്ങനെ മുമ്പോട്ട് പോകേണ്ടതാണ്. പിന്നെ മുദാരിയ, മാറൂഫ്, മൻഫി, മജ്ഹൂല്, മുസ്ബത്ത്. പിന്നെ അടുത്ത് വരുന്നത് ലമ്മിന്റെ പാഠമാണ് ഈ സർഫിൽ നിന്ന് വ്യത്യസ്തമായി വരുന്നത്. അവിടെ നമ്മളിവിടെ കൊടുത്തേക്കുന്നത് ഇങ്ങനെയാണ്: മുദാരിയന് മുമ്പ് 2 വിഭാഗം ഹർഫുകൾ വന്നാൽ സാധാരണ സർഫ് ചെയ്യുമ്പോൾ ഇതുവരെ നമ്മൾ സർഫ് ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായ ചില മാറ്റങ്ങൾ ഈ ഫിഅലുകൾക്ക് വരും എന്ന് പറഞ്ഞു കൊടുക്കുകയും ആ നിലയിൽ ലം വരുമ്പോഴുള്ള മാറ്റങ്ങൾ
അവരെ കൊണ്ട് തന്നെ നമ്മൾ നോക്കിപ്പിച്ച് കണ്ടെത്തിപ്പിച്ച് മനസ്സിലാക്കുക. അപ്പൊ അതിവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തേത് യഫ്അലു തഫ്അലു അഫ്അലു നഫ്അലു വഹ്ദാന്റെ ആ സീഗകളിൽ സുക്കൂനാകും. രണ്ടാമത്തേത് ലമീറിന്റെ യാ വാവ് അലിഫ് എന്നിവയ്ക്ക് ശേഷം വരുന്ന നൂനുകളെ കളയും, ഇഅ്റാബിയായ നൂനുകൾ. ഈ നൂനുകൾക്ക് ഇഅ്റാബിയായ നൂൻ എന്ന് പറയും. ഇതൊക്കെ നമ്മൾ കുട്ടികളോട് അപ്പ തന്നെ പറഞ്ഞു പോയാൽ ഇങ്ങനെയൊക്കെ ഓരോ സംഗതികൾ ഉണ്ട് എന്ന് അവർക്ക് അപ്പം തന്നെ ബോധ്യപ്പെടും. പിന്നെ മുഅന്നസിന്റെ സീഗകളിൽ പ്രത്യേക വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. ഇത് അവരെ കൊണ്ട് തന്നെ നമുക്ക് കണ്ടെത്തിക്കാൻ പറ്റും. ഈ ഒരു വ്യത്യാസത്തിനാണ് ജസ്മ് എന്ന് പറയുന്നത് എന്ന് കൂടി പറഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പമാണ്. അതേപോലെ തന്നെ മൻഫി ബിൽ അന്നിലും നമ്മൾ ഈ വ്യത്യാസങ്ങൾക്കാണ് നസ്ബ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞ് നമ്മൾ അത് മൻസൂബായ ഫേലുകളുടെയും മജ്സൂമായ ഫേലുകളുടെയും സർഫ് പഠിക്കുക എന്നുള്ളതാണ് ആ ലമ്മിന്റെയും ലന്നിന്റെയും പാഠം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കേവലം ലമ്മ് പഠിക്കുക എന്നുള്ളത് മാത്രമല്ല, പിന്നെ അതിന്റെ മാനവിയായ വ്യത്യാസങ്ങളും നമ്മൾ പറഞ്ഞു കൊടുക്കുക. അമ്രിലും ഇതുപോലെ തന്നെ നഹിയിലും ഒക്കെ. പിന്നെ അടുത്തത് മുഅക്കദ് ബിൻ നൂനാണ്. മുഅക്കദ് ബിൻ നൂനിൽ നമ്മൾ സഖീലത്തിന്റെ നൂൻ പഠിപ്പിക്കുമ്പോൾ തന്നെ അമ്രിന്റെയും കൂടി ആ കൂട്ടത്തിൽ അതായത് മുദാരിയന്റെ സഖീലത്ത്, മുദാരിയന്റെ ഖഫീഫത്ത്, അത് കഴിഞ്ഞ് അമ്രിന്റെ സഖീലത്ത്, അമ്രിന്റെ ഖഫീഫത്ത്, ഇങ്ങനെയാണ് നമ്മുടെ മീസാനിലുള്ളത്. പക്ഷേ സത്യത്തിൽ ആ സർഫിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. മുദാരിയന്റെ സഖീലത്ത് പഠിച്ചാൽ അമ്രിന്റെ സഖീലത്തും സ്വാഭാവികമായിട്ട് അവന് ചെയ്യാൻ പറ്റും. അപ്പൊ ആ കൂടെ തന്നെ അതങ്ങ് ചെയ്യിപ്പിച്ചാൽ കുറച്ചും കൂടി എളുപ്പത്തിൽ കുട്ടികൾക്ക് അത് മനസ്സിലാവും. അതേപോലെ ഖഫീഫത്തിലേക്ക് എത്തുമ്പോൾ ഖഫീഫത്തിന്റെ നൂൻ പറഞ്ഞ് അത് നമ്മൾ സർഫ് ചെയ്യിപ്പിക്കുമ്പോൾ സെയിം അതേ രീതി തന്നെയാണ് എവിടെയും വരുന്നത്. അമ്രിലുള്ള വ്യത്യാസം, അതായത് ആരംഭത്തിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ, ഫെയിലിന്റെ അവസാനത്തിൽ വ്യത്യാസമൊന്നുമില്ല. അപ്പം ഇപ്പൊ ഉദാഹരണത്തിന് തഫ്അലൻ എന്നത് തന്നെയാണ് ഇഫ്അലൻ ആയിട്ട് മാറുന്നത്. ആരംഭത്തിലാണ് വ്യത്യാസം വരുന്നത്. നമ്മൾ അമ്രിന്റെ പാഠത്തിൽ ആരംഭത്തെ കളയുന്ന ഭാഗം പറയുന്നത് കൊണ്ട് ഈ വരുന്ന വ്യത്യാസങ്ങളെ കൃത്യമായിട്ട് അവരെ കൊണ്ട് തന്നെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യിപ്പിച്ചാൽ കുറെ കൂടി എളുപ്പമാകും. തംരീനുകൾ ചെയ്യിപ്പിക്കുന്നതിന് മുമ്പ് അവരെ കൊണ്ട് തന്നെ ഈ വ്യത്യാസങ്ങൾ എടുപ്പിക്കുകയും ആ വ്യത്യാസമാണ് വരുന്നതെന്നും ഒന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്താൽ നന്നായിരിക്കും. അത് കഴിഞ്ഞ് അതോടുകൂടി മീസാൻ ഏതാണ്ട് തീരും. പിന്നെ മീസാന്റെ അവസാനത്തിലുള്ളത് അസ്മാകളുടെ പാഠമാണ്, മുഷ്തഖായ ഇസ്മുകൾ. അപ്പൊ മുഷ്തഖായ ഇസ്മുകൾ പഠിപ്പിക്കുന്നതിന് മുമ്പ് വസനുകൾ എന്താണ്, എങ്ങനെയാണ് വസനുകൾ രൂപപ്പെടുന്നത് എന്നുള്ള കാര്യം ഒന്ന് പറഞ്ഞു കൊടുത്താൽ, അതിന്റെ പാഠമാണല്ലോ ഔസാൻ എന്ന് പറഞ്ഞു കൊടുത്തേക്കുന്നത്. അപ്പൊ അതിന്റെ നിർദ്ദേശങ്ങൾ, അപ്പൊ ഉദാഹരണത്തിന് ഖമറുൻ എന്ന പദത്തിന്റെ വസ്ന് ഫഅലുൻ എന്നാണ്. ഇങ്ങനെ അറബിയിലെ ഓരോ പദത്തിനും അതിന്റെ അസ്ലിയായ അക്ഷരവും സായിദയായ അക്ഷരവും ഒക്കെ വെച്ച് അതിന്റെ ഹറക്കാത്ത്, സക്കനാത്തുകൾ, അക്ഷരങ്ങളുടെ എണ്ണങ്ങൾ, ഇതൊക്കെ അറിയാൻ വേണ്ടി ഫ, ഐൻ, ലാം എന്നീ 3 ഹർഫുകൾ ഉപയോഗിച്ച് അതിന്റെ വസനുകൾ രൂപപ്പെടുത്താൻ പറ്റും. അങ്ങനെ പിന്നീട് അവര് പഠിച്ച വിവിധ വാക്കുകൾ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ വസന് എടുക്കാൻ പറയാം. നസറയുടെ വസന് ചോദിക്കാം, അതേപോലെ വിവിധ ഫിഅലുകളുടെ നുസിറയുടെ വസന് ചോദിക്കാം. അങ്ങനെ അവരെ കൊണ്ട് തന്നെ എടുപ്പിക്കുകയും ചെയ്യാം. അപ്പൊ അവിടെ വസന്, മീസാന്, മൗസൂനൊക്കെ, ഇനി ഈ വസന്, മീസാന്, മൗസൂന് ഒരുപാട് ആശയക്കുഴപ്പം ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മൾ തൊടണ്ട, ഇത് ഇന്ന സാധനമാണ് എന്ന് പറഞ്ഞാൽ മാത്രം ആയാലും മതി. ഏതായാലും അവർ അറിഞ്ഞിരിക്കേണ്ടത് ഫാവും ഐനും ലാമും വെച്ച് ഈ നിലയിൽ വസനുകൾ ഉണ്ടാക്കും. അത് വെച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ അക്ഷരങ്ങളുടെ എണ്ണവും എല്ലാം മനസ്സിലാക്കുന്നത് എന്നാണ്. പിന്നെ അത് പരിശീലിപ്പിച്ച ശേഷമാണ് മസ്ദറും മസ്ദറിൽ നിന്ന് മുഷ്തഖായ ഇസ്മുകളും. ഇവിടെ എല്ലാത്തിനും ലളിതമായ ചില താരീഫാത്തുകളും കൂടി ഈ ഗൈഡിൽ നൽകിയിട്ടുണ്ട്. ഓരോന്നിന്റെയും പാഠം വിശദമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മസ്ദറിന്റെ പാഠം പഠിപ്പിക്കുമ്പോൾ 37ാമത്തെ പേജിൽ ചില മസ്ദറുകളും അവയുടെ വസനുകളും എന്ന് പറഞ്ഞിട്ട് അതിന്റെ താഴെ ചെറിയൊരു വിശദീകരണം, പക്ഷെ ആ വിശദീകരണം അവിടെ ഉള്ളതല്ല, അത് നഹിയുടെ പാഠത്തിൽ നിന്ന് ഇങ്ങോട്ട് കട്ടായി വന്നത്, അത് വെട്ടിക്കളഞ്ഞേക്കുക. അത് നമുക്ക് ആവശ്യമുള്ള സാധനമല്ല, അവിടെ ആവശ്യമുള്ളതല്ല. അത് മുമ്പ് അമ്രിന്റെ പാഠത്തിൽ വന്നിട്ടുണ്ട്, അതൊന്ന് എങ്ങനെയോ കോപ്പി ആയതാണ്. അത് ഇവിടെ ചില മസ്ദറുകളും അവയുടെ വസനുകളും കൊടുക്കാൻ കാരണം, സാധാരണ നമ്മൾ മീസാനിൽ പഠിക്കുന്നത് ഫഅല് വസനിലാണ് മസ്ദർ എന്നാണ്. പക്ഷെ മസ്ദർ അറബി ഭാഷയിൽ ഫഅല് വസനിൽ മാത്രമല്ല വരിക. അപ്പൊ അത് മീസാനിൽ തന്നെ നമ്മളെ കുട്ടികളെ ഒന്ന് ചെറിയ നിലയിലൊന്ന് ബോധ്യപ്പെടുത്തിയാൽ സുലാസി മുജറദായ, സുലാസി മുജറദ് അവിടെ പറയേണ്ട ആവശ്യമില്ല, അവർക്ക് അറിയില്ല. എന്നാൽ 3 അക്ഷരമുള്ള ഫേലുകളുടെ വസനുകൾ, മസ്ദറുകൾ വിവിധ വസനുകളിൽ വരും എന്ന് അവരെ ഒന്ന് ബോധ്യപ്പെടുത്തുകയും അവർ പഠിച്ചിട്ടുള്ള തന്നെ വിവിധ ഫേലുകളാണ് അധികവും അവർ നമ്മൾ ഈ അനുബന്ധത്തിലും അല്ലാതെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ വന്നു പോകുന്ന ഫേലുകളാണ് ഷുഗല്, ഖുതുബ, കബൂൽ എന്നൊക്കെ പറയുന്ന കബിലയൊക്കെ അതിൽ വന്നു പോകുന്നത്. അപ്പൊ അതിന്റെ മസ്ദറുകൾ ഇങ്ങനെയാണ് വരുന്നത്. എല്ലാ ഫേലിന്റെയും മസ്ദർ ഇങ്ങനെ തന്നെ വരണം എന്നൊന്നുമില്ല എന്ന് നമ്മൾ അവരെ ഒന്ന് ബോധ്യപ്പെടുത്തുകയും, അതുകൊണ്ട് നിങ്ങൾ മൻഹൽ നോക്കി മസ്ദറുകളും കൂടി പഠിക്കണം, അതിന്റെ ആവശ്യകതയും കൂടി അവരെ ബോധ്യപ്പെടുത്തി അതിലേക്ക് അവരുടെ ശ്രദ്ധ തിരിക്കുകയും
നമ്മളത് ചോദിക്കുകയും ശ്രദ്ധിക്കുകയും വേണം. പിന്നീട് അതിൻ്റെ മുഷ്തഖാത്തുകളാണ് പറഞ്ഞു പോകുന്നത്. പിന്നെ അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നീട് നമ്മൾ വന്നാൽ പിന്നെ അനുബന്ധമാണ്. അത് കഴിഞ്ഞ് 52-ാമത്തെ പേജ് മുതൽ അജ്നാസിന്റെ മൊയ്ൻ തുടങ്ങുകയാണ്. അജ്നാസിന്റെ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ മീസാനിൽ തുടങ്ങിയതുപോലെ തന്നെ വസനുകൾ ആരംഭത്തിൽ അതിൻ്റെ വസനുകളെ ഒന്ന് പരിചയപ്പെടുത്തും. ഫിഇലിന്റെ ഔസാനുകൾ സുലാസി, റുബായി, അതേപോലെ തന്നെ മുജറദ്, മസീദ്, ഇവിടുത്തെ അസ്ലിയായ ഹുറൂഫുകൾ, സായിദയായി വരുന്ന ഹർഫുകൾ. അപ്പൊ ഇവിടെയും ഈ വസനിൽ എങ്ങനെയാണ് സവായിദ് തിരിച്ചറിയുന്നത് എന്ന്, ആ സായിദയായ ഹർഫുകൾ വരുന്ന സ്ഥലത്ത് ഫിഇലിലും സായിദയായ ഹർഫുകൾ തന്നെയായിരിക്കും. ഉദാഹരണത്തിന് നസറയുടെ ഇസ്തൻസറ എന്ന ഇസ്തഫ്അല വസനാണെങ്കിൽ അപ്പം അജ്നാസു സുഗറയ്ക്ക് ഈ വസനുകളുടെ ഈ ഒരു വിന്യാസം നമ്മളൊന്ന് അവരെ ബോധ്യപ്പെടുത്തുകയും ആ വസനുകൾ വരുന്നത്. പിന്നീട് അജ്നാസുമായി ബന്ധപ്പെട്ട് കുറച്ച് നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവിടെ 1, 2, 3, 4, 5 അഞ്ചാമത്തെ നിർദ്ദേശമായിട്ട്, അതായത് അജ്നാസു സുഗറയിൽ സുലാത്തി മസീദ് ഫിഹിയുടെ 14 ബാബുകൾ പറയുന്നുണ്ട്. അജ്നാസുൽ കുബ്രയിൽ 12 ബാബുകളാണ് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ വ്യത്യാസം എന്നുള്ളത് കുട്ടികൾക്ക് ആശയക്കുഴപ്പം ഉണ്ടാകുന്ന, നമുക്കൊക്കെ എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത് എന്ന് ആശയക്കുഴപ്പം ഉണ്ടാകുന്ന ഒരു ഭാഗമാണ്. സത്യത്തിൽ സുലാസി മസീദ് ഫിഹി മുത്തലഖായ ബാബുകളും മുൽഹഖായ ബാബുകളും 2 വിഭാഗമുണ്ട്. അതിൽ മുത്തലഖായ ബാബുകളാണ് 12 എണ്ണം, മുൽഹഖായ ബാബുകളാണ് ബാക്കി കുബ്രയിൽ വരുന്ന ബാബുകൾ. അപ്പൊ അതിൽ 2 ബാബും കൂടി സുഗറയുടെ മുസന്നിഫ് അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സുലാസി മസീദ് ഫിഹി എന്നൊരു ഉദാഹരണം എന്നുള്ള നിലയ്ക്ക് നമ്മളത് കുട്ടികൾക്ക് അവിടെ പറഞ്ഞു കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ നമ്മുടെ മനസ്സിൽ അതുണ്ടായിരിക്കണം. നമ്മൾ കുബ്രയിൽ എത്തുമ്പോൾ പറഞ്ഞു കൊടുത്താലും മതി. കാരണം കുബ്രയിൽ വിശദമായിട്ട് മുൽഹഖായ അബുവാബുകൾ എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. പിന്നീട് ഒരു നിർദ്ദേശമുള്ളത് സാലിമായ ഫെയിലുകൾ തന്നെ മാക്സിമം സർഫ് ചെയ്യിപ്പിക്കുക. കാരണം നമ്മൾ മുഅത്തല്ലായ ഫെയിലുകളുടെ സർഫ് ഇപ്പോൾ പഠിച്ചിട്ടില്ല അവര്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിലേക്ക് അവരെ ചെയ്യിക്കാതെ സാലിമ് തന്നെ ചെയ്യിക്കുക. അതുപോലെ അജ്നാസ് സൂറയിൽ സർഫ് കബീറും സഗീറും ഉണ്ട്. ഓരോ ഫേലുകളുടെയും കബീറും അഥവാ മീസാനിന്റെ അതേ ഓർഡറിൽ എല്ലാ ബാബുകളും നമ്മൾ സർഫ് ചെയ്യിപ്പിച്ചാലാണ് കുറെ കൂടി വഴങ്ങുള്ളൂ. നമ്മൾ ഒരു അഫ്അല ബാബ് പഠിക്കുമ്പോൾ അതിന്റെ മാലി, മാറൂഫ്, മജ്ഹൂല്, മുദാരിയ, മാറൂഫ്, മജ്ഹൂല്, മുസ്ബത്ത്, മൻഫി, സഖീലത്തിന്റെ നൂൻ, ഖഫീഫത്തിന്റെ നൂൻ, അമ്ര, നഹിയ്, അതിലുള്ള ഖഫീഫത്ത്, സഖീലത്ത്, അതേപോലെ അത് മജ്സൂം ആകുമ്പോൾ അഥവാ ലം പ്രവേശിക്കുമ്പോൾ അല്ലെങ്കിൽ മൻസൂബ് ആകുമ്പോൾ ഉള്ള ലൻ പ്രവേശിക്കുമ്പോൾ, ഇതൊക്കെ അവരെ കൊണ്ട് അജ്നാസ് സുഗറയിൽ. കാരണം സുഗറയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ നാവ് വഴങ്ങുക എന്നുള്ളതാണ്. ഏത് വാക്കിനും നാവ് വഴങ്ങുക, അതിന് സർഫ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്, അതിന് വിദ്യാർത്ഥി ആകുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ലാസിമായ ബാബുകൾക്കൊക്കെ സുഗറയിൽ മജ്ഹൂല് കൊടുത്തിട്ടുണ്ട്. കാരണം അവിടെ വഴങ്ങുക എന്നുള്ള. രണ്ടാമത്തെ ഒരു കാര്യം, ലാസിമായ ബാബിന് മജ്ഹൂൽ ആവശ്യം വരും ചില സമയങ്ങളിൽ. ഒന്ന് ഹർഫ് കൊണ്ട് മുത്തഅദ്ദിയായ സമയത്ത്, അതാണ് അവിടെ ഒരു ഉദാഹരണം. ഉതൂബിഹി മുത്തശാബിഹ എന്നുള്ള ആയത്തിൽ അത്ത ലാസിമാണ്, പക്ഷേ അത് ഉതൂബിഹി എന്നുള്ള ബാ കൊണ്ട് മുത്തഅദ്ദി ആകുമ്പോൾ അത് മജ്ഹൂൽ എടുക്കേണ്ടി വരും. അപ്പൊ ലാസിമിന് മജ്ഹൂൽ ഇല്ല എങ്കിലും ആ സർഫ് നമ്മൾ പഠിച്ചിരിക്കണം. വജീഅ യൗമ ഇദിൻ ജാഅ മാറു ലാസിമാണ്. അപ്പൊ അതുകൊണ്ട് സുഗറയിൽ നമ്മൾ അത്തരം നിയമങ്ങളിലേക്കൊന്നും കടക്കാതെ ഇവരിങ്ങനെ സർഫ് ചെയ്ത് ഏത് ഫീൽഡിനെയും എങ്ങനെയും മാറ്റാൻ പറ്റുന്ന നിലയിൽ അവരെ സർഫ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. പിന്നീട് അതിന്റെ വസനുകൾ, അത് തുടക്കമാണ്, ആമുഖം. അത് കഴിഞ്ഞ് സാധാരണ സൂറയുടെ ആരംഭത്തിൽ വസനുകൾ പറയും. വസനുകൾ പറയുമ്പോൾ നമ്മൾ ഈ ഗൈഡിൽ ഉള്ള ഒരു ഇത് എന്ന് പറയുന്നത്, സാധാരണ നമ്മൾ പറയുന്നത് മുത്തരിദായ 5 ബാബുകളും ഷാദായ 3 ബാബുകളുമാണ്. പക്ഷെ ഈ ഹസിബ, യഹ്സിബു എന്നുള്ള ബാബ് ഖുർആനിൽ തന്നെ വന്നിട്ടുള്ളത് കൊണ്ട് ചില പലരുടെയും അഭിപ്രായം അതിനെ മുത്തരിദിൽ തന്നെ എണ്ണുന്നതാണ് നല്ലത് എന്നുള്ളതാണ്. കാരണം ഖുർആനിൽ അത് വന്നിട്ടുണ്ടല്ലോ എന്നുള്ളതുണ്ട്. അത് ഓരോരുത്തരുടെ സ്വന്തം ഇഷ്ടമാണ്, ഏതിൽ വേണമെങ്കിലും ഉൾപ്പെടുത്താം. ഇപ്പം ഖതഇയ്യായ നിയമമൊന്നുമല്ല. എന്നിരുന്നാലും ഈ കിതാബിൽ അതിനെ നമ്മൾ അതുകൊണ്ട് 6 മുത്തരിദായ ബാബും 2 ഷാദായ ബാബും എന്ന നിലയിലാണ് എഴുതിയേക്കുന്നത്. കാരണം പല ഷുറൂഹാത്തുകളിലും പല സർഫിന്റെ കിതാബുകളിലും അല്ലെങ്കിൽ സർഫീയങ്ങളും ഖുർആനിൽ വന്നിട്ടുണ്ട് എന്നതിനെ പരിഗണിച്ച് അതിനെ മുത്തരിദായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് അന്നവിടെ ചർച്ചയിൽ വന്നുകൊണ്ടാണ് നമ്മൾ അങ്ങനെ തന്നെ കൊടുത്തത്. പിന്നെ ചെറിയൊരു ചാർട്ട് കൊടുത്തേക്കുന്നത് ഈ സുലാത്തി മുജറദിന്റെ അബുവാബുകൾ അത് പഠിക്കുന്ന ആ രീതി അതനുസരിച്ച് തന്നെയാണ് അതിലെ ഫേലുകളുടെ എണ്ണവും. ഉദാഹരണത്തിന് നസറ എൻസുറു ബാബ്, ആ ബാബാണ് ഏറ്റവും കൂടുതൽ ഫേലുകൾ സുലാത്തി മുജറദിൽ ഉള്ളത്.
അത് കഴിഞ്ഞാൽ ലറബ യദ്രിബു ബാബാണ്. അത് കഴിഞ്ഞാൽ സമിഅ യസ്മഉ ബാബാണ്. അപ്പോൾ അതിൻ്റെ ചാർട്ടാണ് അവിടെ 63-ാമത്തെ പേജിൽ കൊടുത്തിരിക്കുന്നത്. പിന്നീട് സുലാത്തി മസീദ് ഫിഹിയുടെ ബാബുകൾ, പിന്നെ റുബായി. സുലാത്തി മസീദ് ഫിഹിയുടെ ബാബ് ഇവിടെ 12 കൊടുത്തിട്ടുള്ളൂ. കാരണം 2 സുലാത്തി മസീദ് ഫിഹി മുൽഹഖയിൽ പെട്ടതാണ്. പിന്നെ അഖ്സാമു സബ്അ, അത് ചെറിയ നിലയിൽ ഒന്ന് പരിചയപ്പെടുത്തും. ബാക്കിയൊക്കെ പിന്നീട് സാധാരണ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള കാര്യങ്ങളൊന്നുമില്ല. പിന്നീട് അടുത്ത അജ്നാസുൽ കുബറ തുടങ്ങും. അജ്നാസുൽ കുബറയുടെ തംഹീദിൽ ഉള്ള ഒരു വിഷയം എന്ന് പറയുന്നത്, അജ്നാസുൽ കുബറയിൽ നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കണം, ഇതുവരെ നമ്മൾ സർഫ് പരിശീലിക്കുക എന്നുള്ളതായിരുന്നു, ഇനി അതുമായി ബന്ധപ്പെട്ട നിയമങ്ങളിലേക്ക് കടക്കുകയാണ് എന്നത് പറഞ്ഞു കൊടുക്കുകയും ഈ അബുവാബുകളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ അജ്നാസുൽ കുബറയിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുബറയുടെ തംരീനാത്തുകളിൽ ഈ നിയമങ്ങൾ ചോദിക്കുന്ന കാര്യം കൂടി പ്രത്യേകം നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. കുബറയുടെ 1-2 കാര്യങ്ങളുള്ളത്. ഒന്ന്, നമ്മുടെ അബുവാബുകൾ മുസ്തഖായി വരുന്ന അല്ലെങ്കിൽ മുത്തഫര്രിആയ ബാബുകളുടെ നിയമങ്ങൾ, ഇസ്സമ്മലയൊക്കെ പോലെ അതിൻ്റെ നിയമങ്ങൾ. രണ്ടാമത്തേത്, കുബറയിൽ ലാസിമുകളൊന്നും മജ്ഹൂല് സർഫ് ചെയ്തിട്ടില്ല. അപ്പോൾ വിദ്യാർത്ഥികൾ അത് തിരിച്ചറിഞ്ഞ് ലാസിമായ ഫേല് കൊടുത്താൽ, നമ്മൾ ഫേലും അർത്ഥമായിരിക്കുമല്ലോ കൊടുക്കുക, അത് കൊടുക്കുമ്പോൾ അവരതിൻ്റെ മജ്ഹൂല് സർഫ് ചെയ്യുന്നില്ല എന്ന് നമ്മൾ ഉറപ്പിക്കണം കുബറയിലെത്തുമ്പോൾ. കാരണം ആ തിരിച്ചറിവ് കുബറയിലെത്തുമ്പോൾ ഉണ്ടാകണം. സുഗറയിൽ നാവ് വഴങ്ങുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം, പക്ഷെ ഇവിടെ നിയമങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതും കൂടി ലക്ഷ്യമാണ്. അതുകൊണ്ട് കുബറയിലെത്തുമ്പോൾ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ കുബറയിൽ മുഷ്തഖായ ഇസ്മുകളുടെ സർഫും ചെറിയ നിലയിൽ കൊടുത്തിട്ടുണ്ട്. ആ കാര്യവും ശ്രദ്ധിക്കുകയും നമ്മൾ മീസാനിന്റെ തുടക്കത്തിൽ അവസാനത്തിൽ പഠിച്ച മുഷ്തഖാത്തുകളെ ആ നിലയിലെല്ലാം ഇവിടെ സർഫ് ഒന്ന് ചെയ്യിപ്പിക്കുകയും കൂടി ചെയ്താൽ വളരെ നന്നായിരിക്കും. പിന്നീട് ആ കുബറയുമായി ബന്ധപ്പെട്ട കുറച്ച് ഖവായിദുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അവസാനം സഞ്ചാന് മുമ്പായിട്ട് കുബറയുടെ അവസാനത്തിൽ തന്നെ തസ്രീഫുൽ അഖ്സാമി സബ, ഏറ്റവും അവസാനത്തെ പേജ് 79-ാമത്തെ പേജിൽ അത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ചാർട്ട് കുറേ അക്ഷരത്തെറ്റുകൾ പ്രിന്റിങ്ങിൽ വന്നതുകൊണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ പ്രിന്റ് ചെയ്തിട്ടില്ല. നമ്മൾ മുഅ്ജമു തസ്രീഫിൽ അഫ്ആലിൽ നിന്നും, അതായത് ഈ അഖ്സാമു സബയിലെ പ്രത്യേകിച്ച് മുഅത്തല്ലായ ബാബുകൾ എടുക്കുകയും അത് സർഫ് ചെയ്ത് പഠിപ്പിക്കുകയും ചെയ്യണം. സഞ്ചാനിൽ എത്തുമ്പോഴാണ് പലപ്പോഴും കുട്ടികൾ മുഅത്തലിന്റെ നിയമങ്ങൾ പഠിക്കുന്നത്. പക്ഷെ സർഫ് പഠിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ സർഫിന്റെ കൂട്ടത്തിൽ നിയമങ്ങൾ പഠിക്കുമ്പോൾ അവർക്കത് മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് വരും. അതിനു പകരം ഉദാഹരണത്തിന് റമ, അവസാനം ഇല്ലത്തിന്റെ അക്ഷരവും മാഖബില് മഫ്തൂഹുമായ എല്ലാ ഫിഅലുകളും റമ പോലെ തന്നെയായിരിക്കും സർഫ് ചെയ്യുക, വാവി അല്ലാത്തതൊഴികെ. ഈ വാവി എന്ന് പറയുന്ന സാധനം മുജറദിൽ മാത്രമേ വരുന്നുള്ളൂ. ബാക്കി എല്ലാ ഫേലുകളും ഇപ്പൊ റമ പോലെ ഏത് ഫേലും നമ്മൾ ഇസ്തഖ്സ എങ്ങനെ സർഫ് ചെയ്യുന്ന വെച്ചാൽ, റമ പഠിച്ച് ഒരു വിദ്യാർത്ഥിയെ നമ്മൾ പഠിപ്പിക്കുകയും ഇസ്തഖ്സ കൊടുക്കുകയും ചെയ്താൽ റമ റമയ റമവ് പോലെ ഇസ്തഖ്സ ഇസ്തഖ്സയ ഇസ്തഖ്സൗ എന്നവന് സർഫ് ചെയ്യാൻ പറ്റണം. അപ്പൊ അങ്ങനെ ആ സർഫ് നമ്മൾ അജ്നാസുൽ കുബറയുടെ അവസാനത്തിൽ ഈ പറയപ്പെട്ട അഖ്സാമു സബഅയുടെ നമ്മൾ അജ്നാസു സുഗറയുടെ അവസാനത്തിൽ അഖ്സാമു സബഅ പരിചയപ്പെട്ടിട്ട് മാത്രമേ ഉള്ളൂ. അതിന്റെ സർഫ് കബീറിലേക്ക്, അതായത് മീസാൻ പോലെ വിശദമായ സർഫിലേക്ക് പോയിട്ടില്ല. പക്ഷെ അജ്നാസുൽ കുബറയുടെ അവസാനത്തിൽ വിശദമായ നിലയിൽ തന്നെ ഈ പറയപ്പെട്ട മുളാഫിന്റെയും മുഅത്തലിന്റെയും ഒക്കെ സർഫുകൾ ചെയ്യിപ്പിച്ചാൽ പിന്നീട് സഞ്ചാനിലേക്ക് വരുമ്പോൾ അവിടെ ഇല്ലത്തിന്റെ നിയമങ്ങൾ പറയുമ്പോൾ ഇന്ന മാറ്റം എന്ന് പറയും. അപ്പോഴാണ് ആദ്യമായിട്ട് ആ ഒരു മാറ്റമാണ് മുഅത്തലിന് ഉണ്ടാകുന്നതെന്ന് ആ കുട്ടി അല്ലെങ്കിൽ ആ മുഅത്തലി മനസ്സിലാക്കുന്നത്. അതിനു പകരം എന്ത് മാറ്റമാണ് ഫഅലു എന്നതിൽ നിന്ന് റമൗ എന്നതിൽ ഉണ്ടായത്, കാരണം വസ്നുകൾ അറിയാമല്ലോ വിദ്യാർത്ഥിക്ക്, ആ മാറ്റം ഇന്ന കാരണത്തിന്റെ പേരിലാണ് എന്ന് ആദ്യം സർഫ് അവർ പഠിക്കുകയും പിന്നീട് ഈ മാറ്റത്തിലേക്ക് വരികയും ചെയ്യുമ്പോൾ അവർക്കത് മനസ്സിലാകും. അപ്പൊ ഇത് ആണ് അജ്നാസുൽ കുബറ വരെയുള്ള നമ്മുടെ തയ്യാറെടുപ്പുകൾ. അൽഹംദുലില്ലാ, ഈ പരിശ്രമത്തിൽ പങ്കുചേർന്ന ഞാൻ നേരത്തെ വായിച്ച ഉസ്താദുമാർ, അതേപോലെ ഇതിൻ്റെ DTPയിലും ആ ചാർട്ടിൻ്റെ പ്രിപ്പറേഷനിലുമൊക്കെ അതിൻ്റെ കമ്പ്യൂട്ടർ വർക്കുകൾക്ക് സഹകരിച്ച ബിലാൽ ഉസ്താദ് തഴവ, മുഹമ്മദ് ഉസ്താദ് വെമ്പായം, അതേപോലെ ഖാദർ ഷാ മൗലവി, ഇവർ അള്ളാഹു താല ഇവർക്ക് എല്ലാവർക്കും ഉന്നതമായ പ്രതിഫലം നൽകട്ടെ. അവസാനമായി ഒരിക്കൽ കൂടിയുള്ള ഒരു അഭ്യർത്ഥനയാണ്, എല്ലാവരും പ്രത്യേകിച്ച് സർഫ് പഠിപ്പിക്കുന്ന ഉസ്താദുമാർ ഇത് ഈ വർഷം ഒന്ന് മുന്നിൽ വെക്കുകയും വേണ്ട നിർദ്ദേശങ്ങൾ നൽകി ശരിയായ നിലയിൽ ഇതിനെ ഒന്ന് നമുക്കൊരു പ്രിന്റിംഗ് സെക്ഷനിലേക്ക്, ഇതിനോടൊപ്പം ചാർട്ടുകളുണ്ട്, ഈ സർഫുകളുടെ എല്ലാം വലിയ ചാർട്ടുകൾ തയ്യാറാക്കി അത് ക്ലാസ്സിൽ പ്രദർശിപ്പിക്കുക, അവരത് കണ്ട് സർഫ് ചെയ്യുക. പ്രത്യേകിച്ച് ഈ റമ പോലെയുള്ള ഫേലുകളുടെ റമ ഇങ്ങനെ കുറച്ച് ഫേലുകളാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഏതാണ്ട് ആ മോഡലാണ് എല്ലാ സർഫും വരുന്നത്. ആ ചാർട്ടുകൾ പ്രദർശിപ്പിക്കുകയും ഒക്കെ ചെയ്യുക. അങ്ങനത്തെ കുറച്ച് വർക്ക് കൂടി വരാനുണ്ട്. അള്ളാഹു അതെല്ലാം എളുപ്പമാക്കുമാറാകട്ടെ. എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ റാബിത്തയുമായി ബന്ധപ്പെട്ടവരെ അറിയിക്കുക. അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങളെ കബൂലാക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.